ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നോക്കിയ 3 എന്ന് പറയുന്നത് നോക്കിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈലിനെ കുറിച്ചാണ്. ഒരു ബേസിക് ഫോണാണ് നോക്കിയ 3 എന്ന് പറയുന്നത്. നോക്കിയ 3 എന്ന് പറയുന്ന ഫോണിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിന്റെ പ്രൈസിംഗ് നോക്കാം. ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 10,000 രൂപയുടെ അടുത്ത് ഇതിന്റെ പ്രൈസിംഗ് വരും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം Android 7 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ 1.3 GHz കോർ പ്രോസസ്സറാണ്. ഇതിൽ CPU MediaTek 6737 ആണ്. അതിനോടൊപ്പം 2GB RAM നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 5-inch IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ ലഭിക്കുന്നത്. റെസൊല്യൂഷൻ 720p ആണ് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നത്. ഇതിൽ ലഭിക്കുന്ന ബാറ്ററി 2650 mAh ബാറ്ററിയാണ്. അതേപോലെ സ്റ്റോറേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ 16GB ഇന്റേണൽ മെമ്മറി നിങ്ങൾക്ക് ലഭിക്കും. മൈക്രോ SD സ്ലോട്ടും ലഭിക്കും. അതിലൂടെ നിങ്ങൾക്ക് 128GB വരെ ഇത് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ നിങ്ങൾക്ക് 8 MP ഓട്ടോ ഫോക്കസ് ക്യാമറയാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിൽ നിങ്ങൾക്ക് 8 MP ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും ലഭിക്കും. മെറ്റൽ ബോഡിയിലാണ് ഈ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത്. HD ഡിസ്പ്ലേ ആണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് Android 7 ആണ് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എല്ലാ മാസവും നിങ്ങൾക്ക് ഇതിന്റെ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കും എന്നുള്ളത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1.3 GHz പ്രോസസ്സർ MediaTek പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ഫോണായിട്ട് പറയാൻ സാധിക്കത്തില്ല. നോക്കിയ 3യുടെ ഈ പ്രൈസിംഗിൽ നമുക്ക് Xiaomiയുടെയും മറ്റും പവർഫുൾ പ്രോസസ്സറുള്ള ഫുൾ HD ഡിസ്പ്ലേയിലുള്ള ഫോണുകൾ ലഭിക്കും. എന്നാൽ ഒരിക്കലും നമുക്ക് ചൈനീസ് മൊബൈലുകൾ നോക്കിയ ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. ഡെലിവറി ഇടാൻ പോകുന്ന പ്രൈസിംഗ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഫോണിന്റെ ചില സ്പെസിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.